മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ഒരു സ്വഹാബിയാണ്. അഅലമു ഉമ്മതി ബിൽ ഹലാൽ വൽ ഹറാം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. എൻ്റെ ഉമ്മത്തിൽ ഹലാലിനെ സംബന്ധിച്ചും ഹറാമിനെ സംബന്ധിച്ചും ഏറ്റവും അധികം അറിയുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുആദ് ഇബ്നു ജബൽ അൽ അംർ അൽ അൻസാരി അൽ ഖസ്റജി ഗോത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ ചെറുപ്പക്കാരനാണ്. 20 വയസ്സോ 20 ചില്ലാനം വയസ്സോ മാത്രമുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹം ഹിജറ 18 തൻ്റെ 33-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. 33 വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിലും ആ ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നാഴികക്കല്ലുകൾ തീർത്ത ചരിത്രം രചിച്ച മഹാനായ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് പ്രബോധനത്തിന് നിയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സംസാരിച്ച സംസാരങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. ആ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒത്ത് ഒരു യാത്ര പോകുമ്പോൾ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാത്രമായി അദ്ദേഹത്തിന് തനിച്ച് ലഭിക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചില ചോദ്യങ്ങളും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ചില മറുപടികളും ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം ഒറ്റക്ക് കിട്ടുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്നത വയുബാഇദുനി അനിൻ നാർ. അല്ലാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ടായിരുന്നത് ദുനിയാവിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ചോ ദുനിയാവ് നേടേണ്ടതിനെ സംബന്ധിച്ചോ മറ്റ് കച്ചവടങ്ങളെ സംബന്ധിച്ചോ ഭൗതികമായ ഒരു കാര്യത്തെ സംബന്ധിച്ചോ അല്ല. നമ്മൾക്കിന്ന് ഒരാളെ ലഭിച്ചാൽ അയാളെ കുറിച്ച് ചോദിക്കാനുണ്ടാവുക നാട്ടിലുള്ള റെസ്റ്റോറൻറ്റുകളെ കുറിച്ചോ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചോ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഷാബായ ചെറുപ്പക്കാരനായ യുവത്വം തുളുമ്പുന്ന ആ ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ അഖ്ബിർനി ബിഅമലിൻ എനിക്കൊരു അമലിനെ കുറിച്ച് അറിയിച്ചു തന്നാലും യുദ്ഖിലുനിൽ ജന്ന അതെന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയോ യുബാഇദുനി അനിൻ നാർ ആ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അമലിനെ കുറിച്ച് അങ്ങ് അറിയിച്ചു തന്നാലും. ആ സ്വഹാബത്തിന്റെ പരലോകത്തെക്കുറിച്ചുള്ള ആഗ്രഹവും ആ സ്വർഗപ്രവേശനത്തെക്കുറിച്ചുള്ള അത്യാഗ്രഹമായിരുന്ന ചോദ്യം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യഥാർത്ഥ വിജയം ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് ആരെങ്കിലും ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ് അവനാണ് വിജയം നേടിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്, ലഖദ് സഅൽത അൻ അദീം ഈ ഭയങ്കരമായ ഗൗരവപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് മുആദേ നീ ചോദിച്ചിട്ടുള്ളത്. ചെറിയൊരു കാര്യമല്ല, നിസ്സാര കാര്യമല്ല. സ്വർഗപ്രവേശനം നേടിത്തരുന്ന നരകത്തിൽ നിന്ന് വിദൂരമാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടിയുണ്ട്, വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹ്. സാധാരണ പറയാ ഈ ആൾക്കാർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിസ്കരിക്കുക നോമ്പൊക്കെ കഷ്ടപ്പെടുന്നതാണ്. ഇബാദത്ത് ചെയ്യുന്ന പടച്ചോൻ ആരാധിക്കുന്ന സുന്നത്തുകൾ ജീവിതത്തിൽ നിലനിർത്തുന്ന ആളുകളെ സംബന്ധിച്ച് ആളുകൾ പറയാറുള്ളത് ഇങ്ങനെ കഷ്ടപ്പെട്ടൊരു ഇടുങ്ങിയ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹ് ആർക്കാണോ അള്ളാഹു എളുപ്പാക്കി കൊടുത്തത്, റബ്ബ് എളുപ്പമാക്കി കൊടുത്തത്, അവനത് എളുപ്പമാണ്.
അവനത് എളുപ്പമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒന്നാമത്തെ കാര്യം തഅബുദുല്ലാഹ് വലാ തുശ്രിക് ബിഹി ഷൈആ. മുആദേ, നീ അല്ലാഹുവിനെ ആരാധിക്കണം, നീ അല്ലാഹുവിനെ ആരാധിക്കണം. ലാ തുശ്രിക് ബിഹി ഷൈആ, അവനിൽ ഒരിക്കലും ഒരു പങ്കുകാരെ ചേർക്കരുത് എന്നുള്ളതാണ്. പടച്ച റബ്ബിൽ ഒരു പങ്കുകാരെ ചേർക്കരുത്. എന്തവസ്ഥയിലും ജീവിതത്തിൽ ഏതൊക്കെ പ്രാരാബ്ദങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് പ്ലേഗ് രോഗം ബാധിച്ച ആ മുആദ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നത്, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഏതൊക്കെ പ്രയാസങ്ങൾ വന്നാലും എന്ത് തീഷ്ണമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും തഅബുദുല്ലാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്കണം. ലാ തുശ്രിക് ബിഹി ഷൈആ, അവനിൽ ഒരിക്കലും ഒരു പങ്കുകാരെ ചേർക്കരുത് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നമ്മൾക്കും ആളുകളോട് നമ്മളോട് പറയാനുള്ള ഒന്നാമത്തെ ഉപദേശം, 1000 വർഷം ജീവിച്ചാലും 1000 വർഷം പ്രബോധനം ചെയ്യാനുള്ള അവസരമുണ്ടായാലും പ്രിയപ്പെട്ടവരെ, ആളുകളോട് പറയേണ്ടത്, നാട്ടിലെ അവസ്ഥകളൊക്കെ നേരായി, നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന ശേഷം തൗഹീദ് പറയാ എന്നല്ല മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. യമനിലേക്ക് പ്രബോധനത്തിന് അയക്കുമ്പോഴും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്, അവിടെയുള്ള പ്രശ്നങ്ങൾ തീർന്ന് അവരൊരാളായി മാറി, അവിടെ പാലങ്ങളും റോഡ് പണികളൊക്കെ കൂടി അവരൊരാളായി മാറിയ ശേഷം തൗഹീദ് പറയണമെന്നല്ല. തഅബുദുല്ലാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്കണം. ലാ തുശ്രിക് ബിഹി ഷൈആ, അവനിൽ ഒരിക്കലും ഒരു പങ്കുകാരെ ചേർക്കരുത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ. ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, പടച്ച റബ്ബിന് അവന്റെ അടിമകളിൽ നിന്ന് കിട്ടേണ്ട ബാധ്യതയാണ്, കടമയാണ്, കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. പടച്ച റബ്ബിനെ അല്ലാതെ പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക, അവനിലൊരു പങ്കുകാരെയും ചേർക്കാതിരിക്കുക എന്നുള്ളത് പടച്ച റബ്ബിനോട് നാം ചെയ്യേണ്ട കടമയാണ്. ആരെങ്കിലും ആ തൗഹീദിൽ മായം ചേർക്കുന്നുണ്ട് എങ്കിൽ, ജീവിതത്തിൽ ശിർക്കിന്റെ ലാഞ്ചനകൾ വരുന്നുണ്ട് എങ്കിൽ, ലയഹ്ബതന്ന അമലു, അവന്റെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോടാണ് പറയുന്നത്. 60 വർഷം നമസ്കരിച്ച, നോൻപനുഷ്ഠിച്ച് ഇബാദത്ത് ചെയ്ത മനുഷ്യൻ, തഹജ്ജുദുകളും സദഖകളും എല്ലാം ചെയ്ത മനുഷ്യൻ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ജീവിതത്തിൽ ശിർക്ക് ചെയ്തു പോയാൽ അതുവരെയുള്ള നമസ്കാരങ്ങളും നോമ്പുകളും ഇബാദത്തുകളും എല്ലാം നിഷ്ഫലമായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മളെ ഈർച്ചവാള് കൊണ്ട് രണ്ടായി പിളർത്തിയാലും, എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും, കച്ചവടത്തിൽ ബഹിഷ്കരണം നടത്തുമെന്ന് പറഞ്ഞാലും, ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞാലും, നാട്ടിലാരും തിരിഞ്ഞു നോക്കൂല, സംസാരിക്കൂല എന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിൽ പങ്കുകാരെ, പടച്ച റബ്ബിൽ ശിർക്ക് ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നതാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അപ്രകാരം പടച്ച റബ്ബിൽ പങ്കുകാരെ ചേർക്കുന്നുണ്ട് എങ്കിൽ, വിഷമങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ പടച്ച റബ്ബിനെ വിട്ട് മഖ്ബറകളിലേക്ക്, ജാറങ്ങളിലേക്ക്, തങ്ങന്മാരടുത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, കരുതലുള്ളത് കൊണ്ടാണ്, ആ നരകത്തിൽ പ്രവേശിക്കപ്പെടരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഏത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണോ നിസ്കരിക്കുന്നത്, ഏത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഇബാദത്ത് ചെയ്യുന്നത്, ഏത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കുന്നത്, അല്ലാഹു പറയുന്നത് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ സ്വർഗം നിഷിദ്ധമാണ്, അവന്റെ സ്വർഗം നിഷിദ്ധമാണ്. ഇന്നും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരായി ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും ഇന്നും ശിർക്കിലായി ജീവിക്കുന്നുണ്ട് എങ്കിൽ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇബാദത്തുകൾ ചെയ്യുന്നത്, അവരെ സമ്പത്ത് ചെലവഴിക്കുന്നത്, രാത്രി നമസ്കരിക്കുന്ന ആളുകൾ, സുന്നത്തുകൾ മുഴുവൻ ചെയ്യുന്ന ആളുകൾ. പക്ഷേ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ സ്വർഗം നിഷിദ്ധമാണ്, അവന്റെ സ്വർഗം നിഷിദ്ധമാണ്. ഒരു കാലത്തും അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഗൗരവമുള്ള വിഷയമാണ്, നിസ്സാരമായി കാണേണ്ടതല്ല, അവരെ പരിഹസിക്കേണ്ടതല്ല, അവരെ കൂക്ക് വിളിക്കേണ്ടതോ അവരെ സംവാദങ്ങളിൽ തകർക്കാനുള്ള ആവേശമല്ല നമ്മൾക്ക് വേണ്ടത്. അതിനപ്പുറം അവരോടുള്ള നസീഹത്താണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നാം എന്നും കാണുന്നവർ, സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരിന്നും ശിർക്കിലാണെങ്കിൽ
ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. അവർ ശാശ്വതമായി ആ നരകത്തിൽ കഴിയേണ്ടി വരും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, എന്ത് ചെയ്താലും എന്തൊക്കെ പാപങ്ങൾ ചെയ്താലും ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാവരുത് എന്ന് പറഞ്ഞ അതേ പടച്ച റബ്ബാണ് പറയുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്തൊക്കെ പാപങ്ങൾ ചെയ്താലും ജീവിതത്തിൽ എന്തൊക്കെ ദോഷങ്ങൾ ചെയ്താലും അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. പക്ഷേ ശിർക്ക് ചെയ്താൽ അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. ആരെങ്കിലും ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ് പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവന് സ്വർഗമുണ്ട്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അവനൊരു പ്രതീക്ഷയുണ്ട്. എന്തൊക്കെ ചെയ്താലും ശിർക്ക് ചെയ്ത ഒരു വാപ്പ ഉമ്മ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പോലും നമ്മൾക്ക് സാധിക്കില്ല. ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ, ലാഘവത്തോടുകൂടി കാണേണ്ടതല്ല. എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആളുകളോട് നാം ഒന്നാമതായി പറയേണ്ടത്, അവരവളെ പരിഹസിച്ചോട്ടെ, കളിയാക്കിക്കോട്ടെ, കൂക്കുവിളിക്കട്ടെ, ഒറ്റപ്പെടുത്തിക്കോട്ടെ, പക്ഷെ അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ശിർക്ക് ചെയ്യരുത്, ജാറങ്ങളിലും മക്ബറകളിലും പോവരുത്, പടച്ച റബ്ബിൽ പങ്കുകാരെ ചേർക്കരുത്. വിഷമങ്ങളുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും അല്ലാഹുണ്ട്. ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ആ റബ്ബിനോട് മാത്രമേ വേദനകളും വിഷമങ്ങളും പറയാവൂ, ആ റബ്ബിന്റെ മുമ്പിൽ മാത്രമേ സുജൂദുകൾ അർപ്പിക്കാവൂ. അവരോട് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മുടെ ആത്മാർത്ഥതയുള്ള അവരോടുള്ള സ്നേഹമാണ്. ശേഷം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വതുഖീമുസ്സലാ, മുആദ് നിസ്കാരം നിലനിർത്തണം. തൗഹീദ് ശരിയായാൽ, ആദർശം ശരിയായാൽ രണ്ടാമത്തെ നമ്മുടെ കടമ എന്നുള്ളത് നിസ്കരിക്കണം. നല്ല പറഞ്ഞത് നമസ്കാരം നിലനിർത്തണം. സൂറത്തുൽ ബഖറയിൽ പടച്ച റബ്ബ് പറഞ്ഞു ആ നമസ്കാരം നിലനിർത്തുന്നവരായി നാം മാറണം. ആ നമസ്കാരത്തെ നിസ്സാരമായി കാണരുത്. ആ നിസ്കാരം എന്നുള്ളത് ഈ തൗഹീദ്, ആദർശം, ദീൻ നിലനിർത്താനുള്ള സ്തംഭമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു വന്നത് ജുഇല ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ എന്നുള്ളത് അത് നമസ്കാരത്തിലാണ്. എൻ്റെ കൺകുളിർമ എന്നുള്ളത് അത് നമസ്കാരത്തിലാണ്. നമ്മൾക്ക് എപ്പോഴെങ്കിലും ആ കൺകുളിർമ നമസ്കാരത്തിൽ വല്ലാത്ത മനസ്സ് വേദനിക്കുന്ന സമയത്ത്, പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ, സങ്കടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ, നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ആ നമസ്കാരത്തിൽ മാറുന്നുണ്ടോ എന്ന് നാം നമ്മോട് ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ അതുകൊണ്ട് നമ്മൾക്ക് അല്പം റാഹത്ത് തരണേ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരത്തെ ഗൗരവത്തോടു കൂടി എടുക്കണം. അല്ലഹദല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹാ ഫഖദ് കഫർ. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ. ആരെങ്കിലും ആ നമസ്കാരം ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ, നിർബന്ധ നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നുണ്ട് എങ്കിൽ ഫഖദ് കഫർ, അവൻ കുഫ്രിലാണ്, അവൻ ഇസ്ലാമിലല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നമ്മൾക്ക് ആധാർ കാർഡിലും നാട്ടിലും എവിടെയൊക്കെ നമ്മുടെ പേര് മുസ്ലിമിന്റെ പേരുണ്ടെങ്കിലും പക്ഷെ പടച്ച റബ്ബിന്റെ അടുക്കൽ അവൻ ഇസ്ലാമിലല്ല, അവൻ കുഫ്രിലാണ് എന്നാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ടും എത്ര ആളുകൾ എത്ര ലാഘവത്തോടു കൂടിയാണ് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, കണ്ണിന് കാഴ്ചയില്ല, പ്രയാസാണ്, പള്ളിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലാഹു റസൂലെ എന്തെങ്കിലും ഇളവ്, നിസ്കരിക്കാതിരിക്കാനല്ല,
ജമാഅത്തിൽ പള്ളിയിലേക്ക് എത്താതിരിക്കാൻ എന്തെങ്കിലും ഇളവുണ്ടോ എന്ന് ചോദിക്കുന്ന അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ച ചോദ്യം അതസ്മഉൻ നിദാ, ബാങ്കിന്റെ വിളി, ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. ബാങ്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ പള്ളിയിൽ വന്ന് ജമാഅത്തോടൊപ്പം നമസ്കരിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, ലാഘവത്തോടുകൂടി കാണേണ്ട വിഷയമല്ല, ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. അല വക്തിന് നമ്മൾക്ക് തോന്നിയ സമയത്ത് കച്ചവടങ്ങളൊക്കെ കഴിഞ്ഞ്, തിരക്കൊക്കെ കഴിഞ്ഞ്, ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് സമയം ഉണ്ടാവുമ്പോൾ അല്ല, നമ്മൾക്ക് സമയം ഒഴിവുണ്ടാവുമ്പോൾ അല്ല നിസ്കരിക്കേണ്ടത്. അള്ളാഹു നിശ്ചയിച്ചു തന്ന ആ വക്തിന് അഖീമുസ്സല, ആ നമസ്കാരം നിലനിർത്തണം. അതിന്റെ സമയത്ത് നമസ്കരിക്കുന്നവരായി മാറണം. ഇന്നൽ അബ്ദ ലയുസല്ലി സ്വലാത മാ യുക്തബു ലഹു മിൻഹാ ഇല്ലാ അശ്റുഹാ വതുസ്ഉഹാ വസുമുനുഹാ. ചില ആളുകൾ ഈ പള്ളിയിൽ നിസ്കരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല നമസ്കാരത്തിന്റെ പ്രതിഫലം നൽകപ്പെടുക. ചിലർക്ക് 10 ലഭിക്കുന്ന ആളുകൾ ഉണ്ടാവും, 9 ലഭിക്കുന്ന ആളുകൾ ഉണ്ടാവും. എത്രത്തോളം ഖുശൂവോടുകൂടി പടച്ച റബ്ബിന് മുമ്പിൽ താഴ്മയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മുനാഫിക്കീങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവര് വളരെ കുറച്ച് മാത്രമേ ആ നമസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയുള്ളൂ എന്നുള്ളതാണ്. മുനാഫിക്കുകളുടെ നമസ്കാരം വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ ഓർക്കൂല എന്നല്ല, വളരെ കുറച്ചു മാത്രമേ അവർ നമസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ? വളരെ കുറച്ച് പോലും നമ്മുടെ നമസ്കാരങ്ങളിൽ ഇല്ല എന്നുള്ളത് നാം ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ശേഷം അദ്ദേഹത്തോട് പറയുന്നത് അസ്സൗമു ജുന്നത്തുൻ. ശേഷം ഹദീസിൽ കാണാം നോൻപ് എന്നുള്ളത് പരിചയാണ്. വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത, സ്വദഖ എന്നുള്ളത് അവരുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. എപ്രകാരം തീയെ വെള്ളമണക്കുമോ അതുപോലെ സ്വദഖ എന്നുള്ളത് അവരുടെ ജീവിതത്തിലുള്ള തിന്മകളെ മായ്ച്ചു കളയുന്നതാണ് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. വസ്സലാത്തു റജുലി ഫീ ജൗഫിൽ ലൈലി, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തതജാഫാ ജുനൂബുഹും അനിൽ മദാജി എന്ന് തുടങ്ങുന്ന സൂറത്ത് സജദയിലെ ആയത്തോതിക്കൊണ്ട് അദ്ദേഹത്തോട് ഉപദേശിക്കുകയാണ് രാത്രി നമസ്കാരം എന്നുള്ളത്. അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ വാതിലിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത 3 കാര്യം. ഒന്ന് നോൻപാണ്, രണ്ടാമത്തത് സ്വദഖയാണ്, മൂന്നാമത്തത് രാത്രിയുള്ള നമസ്കാരമാണ്. രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന ഉറക്കിലേക്ക് പോകുന്ന സമയത്ത് പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവര് രാത്രിയിൽ ഒരല്പമാകെ മാത്രമേ ഉറങ്ങുകയുള്ളൂ. അതിനുശേഷം റബ്ബിന് മുമ്പിൽ എണീറ്റുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്രകാരം രാത്രി നമസ്കാരങ്ങൾ ഇപ്പോൾ വളരെ എളുപ്പമാണ്, വളരെ വൈകിയാണ് ഫജ്റിന്റെ ബാങ്ക് ഉള്ളത്. ഒരു 2-3 റക്അത്ത് നമസ്കരിക്കാൻ വലിയ സമയമൊന്നും വേണ്ട, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം അത് എന്ന് കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്ന ഒരു വാക്കും കൂടി, അദ്ദേഹത്തോട് കൊടുക്കുന്ന ഒരു ഉപദേശം, അലാ ഉഖ്ബിറുക ബിമലാകി ദാലിക കുല്ലി, ഇതിനെയൊക്കെ നിലനിർത്തുന്ന ഒരു കാര്യത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്നത് നാവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഈ ചെയ്ത നിസ്കാരങ്ങളും നോൻപുകളും ഇബാദത്തുകളും എല്ലാം നശിപ്പിച്ച് കളയുന്നതാണ് അവരുടെ നാവുകൾ കൊണ്ടുള്ള തിന്മ. അതുകൊണ്ട് ആ നാവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ആളുകൾ അവരെ മുഖം കുത്തിക്കൊണ്ട് നരകത്തിലേക്ക് വീഴാൻ കാരണമാവുന്നത് അവരുടെ നാവുകളാണ്, നമ്മുടെ സംസാരങ്ങളാണ്. നാവ് കൊണ്ടുള്ള സംസാരങ്ങളാണ് പലപ്പോഴും ആളുകളെ ഇബാദത്തിന്റെ പ്രതിഫലമെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗപ്രവേശനം നേടുന്നുള്ളതാണ്. ആ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ
ജീവിതത്തിൽ സദാസമയം ചെറുതും വലുതുമായ കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതും നാം ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. ഫമയഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു അണുമണി തൂക്കമാണ് അവർ നന്മ ചെയ്യുന്നത് എങ്കിലും അത് അവർക്ക് കാണിക്കപ്പെടും. നാം നിസ്സാരമായി കാണുന്ന കർമ്മങ്ങളായിരിക്കാം ഒരുപക്ഷെ പടച്ച റബ്ബിൻ്റെ അടുക്കൽ നമ്മൾക്ക് വലിയ പ്രതിഫലം നൽകുന്ന സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യങ്ങളായി മാറുക. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും 3 രൂപത്തിലാണ് പടച്ച റബ്ബിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടാം. ഓരോ ദിവസവും 2 നേരത്തിലായിക്കൊണ്ട് നമ്മുടെ ദിനേനയുള്ള കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അതേപോലെ ഓരോ ആഴ്ചയിലും തിങ്കളും വ്യാഴവും ദിവസങ്ങളിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അതേപോലെ തന്നെ ഓരോ വർഷത്തെ അമലുകളും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടും. യർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാരി വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. ഓരോ പ്രഭാതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളും രാത്രിയാവുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. രാത്രി ചെയ്യുന്ന കർമ്മങ്ങൾ അടുത്ത പ്രഭാതത്തിന് മുമ്പ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റും അസ്റും ജമാഅത്തിനെ കുറിച്ചിട്ട് പ്രത്യേകമായി മൻ സ്വല്ലൽ ബർദൈനി ദഖലൽ ജന്ന എന്നത് സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഓരോ ആഴ്ചയിലെ കർമ്മങ്ങളെക്കുറിച്ച് തുഅറദു അഅമാലുൻ നാസി ഫീ കുല്ലി ജുമുഅത്തിൻ മറത്തൈൻ. ഓരോ ആഴ്ചയിലും 2 തവണ അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അത് തിങ്കളും വ്യാഴവുമാണ്. ഫയഗ്ഫിറു ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ. അവിടെ എല്ലാ വിശ്വാസികളായ അടിമകൾക്കും പൊറുക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമ്മൾക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅന സ്വായിമുൻ ആ ദിവസങ്ങളിൽ നോൻപനുഷ്ഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. തുഅറദുൽ അഅമാലു യൗമൽ ഇത്നൈനി വൽ ഖമീസി വഅഹിബ്ബു അൻ യുഅറദ അമലി വഅന സ്വായിമുൻ. ഞാൻ നോൻപുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് നോൻപ് പഠിപ്പിച്ചത്. നമ്മുടെ അമലുകൾ എന്തും സ്വീകരിക്കാൻ അതിൻ്റെ അടിസ്ഥാനം തൗഹീദാണ്. പ്രിയപ്പെട്ടവരെ, തൗഹീദില്ലാത്ത ഒരാൾ ഒരു അമലും ഒരു നിസ്കാരവും ഇബാദത്തും ഒന്നും പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല. ശേഷം ആരോടെങ്കിലും പിണക്കങ്ങളുണ്ട് എങ്കിൽ പരസ്പരം തെറ്റി സംസാരിക്കാതെ പിണക്കങ്ങൾ, സഹോദരങ്ങൾ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ പരസ്പരം പിണക്കങ്ങൾ, കണ്ടാൽ സലാം പറയാത്തവരും നോക്കിയാൽ തിരിച്ച് ചിരിക്കാത്തവരും, സലാം പറഞ്ഞാൽ പോലും മടക്കാത്തവരും, ക്ഷണിച്ചാൽ പോവാത്തവരും, പല ആളുകൾ പലതരത്തിൽ കച്ചവട സംബന്ധമായി മറ്റു പല തർക്കങ്ങളുടെ പേരിൽ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടില്ല. നാം ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ മുറിച്ച ആളുകളും അത്തരത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ ഓരോ വർഷവും നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് അത് നാം ഇന്ന് നിലകൊള്ളുന്ന ഈ ഒരു മാസത്തിലാണ് പടച്ച റബ്ബിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ അമലുകൾ, ഓരോ വർഷത്തെ അമലുകളും റബ്ബിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടാം. ശഅബാൻ മാസത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന സ്വഹീഹ് മുസ്ലിമിൽ 1156 ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോൻപനുഷ്ഠിച്ചിരുന്നത് ശഅബാനിലായിരുന്നു എന്നുള്ളതാണ്. ജനങ്ങളിൽ അധിക ആൾക്കാരും അശ്രദ്ധയിലാവുന്ന മാസമാണ്. ദാലിക ശഹ്റു യുഗ്ഫലു നാസു അൻഹു. അധിക ആൾക്കാരും അശ്രദ്ധയിലാവുന്ന, ഇനിയിപ്പോൾ റമളാനായിട്ട് ഇബാദത്തുകൾ തുടങ്ങാം, ഖുർആൻ പാരായണങ്ങൾ തുടങ്ങാം, നന്മകൾ ചെയ്ത് തുടങ്ങാം എന്ന് പറഞ്ഞ് അധിക ആളുകളും അശ്രദ്ധയിലായി പോകുന്ന മാസമാണ്. അതുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിച്ച് തുടങ്ങണം. റമളാനിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. കഴിഞ്ഞ റമളാനിൽ നഷ്ടപ്പെട്ട നോൻപുകളുണ്ട് എങ്കിൽ അത് നോറ്റുവിടുവാനും അത് എത്രയും പെട്ടെന്ന് നോറ്റുവിടുവാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതേ സമയത്ത് നാട്ടിൽ ശഅബാനുമായി ബന്ധപ്പെട്ട്, ശഅബാൻ 15 ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അനാചാരങ്ങൾ, പ്രത്യേകമായ
നോൻപ് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കും. ഓരോ മാസവും 13, 14, 15 അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സുന്നത്തായ നോമ്പുണ്ട്. അതല്ലാത്ത ശഅബാൻ 15 മാത്രം പ്രത്യേകമായൊരു നോൻപ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ഒരൊറ്റ ഹദീസിലും വന്നിട്ടില്ല എന്ന് നാം ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്രകാരം വന്ന ഹദീസുകളൊക്കെ ദഈഫുകളല്ല, മൗദൂഉകളായിട്ടാണ്, കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകളായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ശഅബാൻ 15-ന് 1000 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ബിദ്അത്തുകൾക്ക് സുന്നത്തുകൾ എത്ര ഉണ്ടെങ്കിലും ഓരോ തിങ്കളും വ്യാഴം നോമ്പെടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ വലിയ മടിയാണെങ്കിലും ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾക്ക് വിത്ര നമസ്കരിക്കാൻ പറഞ്ഞ മടിയുള്ള ആളുകളാണെങ്കിലും രാത്രി ശഅബാൻ 15-ന്റെ രാത്രി ഖുൽ ഹുവല്ലാഹു ഓതി 1000 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ള ആചാരം നമ്മുടെ നാട്ടിലൊക്കെ കാണാം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടാത്ത മൗദൂ ആയിട്ടുള്ള റിപ്പോർട്ടുകളിൽ മാത്രം കാണുന്നതാണ്. അതേപോലെ തന്നെ ശഅബാൻ 15-ന്റെ രാത്രി യാസീൻ പാരായണം ചെയ്യുക, അതേപോലെ തന്നെ അന്ന് രാവിൽ മുഴുവൻ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള ആചാരങ്ങൾ ഈ ശഅബാനുമായി ബന്ധപ്പെട്ട് അല്ലാഹു റസൂലിൽ നിന്ന് സ്ഥിരപ്പെടാത്ത സുന്നത്തിലില്ലാത്ത ബിദ്അത്തുകളായി നമ്മുടെ നാട്ടിലുണ്ട്. അതിനെയൊക്കെ നാം സൂക്ഷിക്കുക. അതേപോലെ പരിശുദ്ധ റമദാനിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിലും അതിലേക്കുള്ള ഒരുക്കങ്ങൾ സലഫുകൾ നടത്തിയിരുന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മുടെ ചെയ്ത അമലുകൾ, കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.